ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷിബു കാഞ്ഞിരംകുളം. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു വ്യക്തിയെ പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. എൻ്റെ കൂടെ ഇരിക്കുന്നത് പേര് സജിത്താണ്. കൈലാസം ഫിസിക്കൽ ട്രെയിനിങ് സെൻറ്ററിൻ്റെ ഫിസിക്കൽ ഡയറക്ടറാണ്. അപ്പോൾ കുറേ വർഷത്തെ എക്സ്പീരിയൻസും നമ്മുടെ ഈ ഒരു നാട്ടിന് പുറത്ത് അല്ലെങ്കിൽ കാഞ്ഞിരംകുളം അല്ലെങ്കിൽ ട്രിവാൻഡ്രം ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫിസിക്കൽ ട്രെയിനിങ് പാസ്സായി പല പല ഫോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഇരിക്കുന്ന അതിന് കാരണക്കാരനായ ഒരു വ്യക്തിയാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത്. പേര് സജിത്ത് എന്നാണ്. അപ്പോൾ പുള്ളിയെ പരിചയപ്പെടാം. അപ്പോൾ അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസർ, അതായത് +2 മെയിൻ എക്സാമിൻ്റെ കുറച്ച് എക്സാംസ് എല്ലാം കഴിഞ്ഞു. അതിൻ്റെ മെയിൻ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. സിവിൽ എക്സൈസ് ഓഫീസർ കഴിഞ്ഞു. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിനകത്തുള്ള ഫയർമാൻ, ഫയർവുമൺ എക്സാം കഴിഞ്ഞു. വരാൻ പോകുന്ന സിവിൽ പോലീസ് ഓഫീസർ എക്സാം 20-ാം തീയതി, ഈ മാസം 20-ാം തീയതി നടക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് വിജ്ഞാപനങ്ങൾ വന്നിരിക്കുകയാണ്. ഫോഴ്സുമായി ബന്ധപ്പെട്ട് IRBയുടെ വിജ്ഞാപനം വന്നിട്ടുണ്ട്, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ വിജ്ഞാപനം വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ വിജ്ഞാപനം വന്നു. ആപ്ലിക്കേഷൻ അയക്കാനുള്ള ഡേറ്റ് ആണ്. അപ്പോൾ പ്രധാനപ്പെട്ട +2 ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള യൂണിഫോം ജോബിന്റെ എല്ലാ എക്സാംസും ഉടനെ നടക്കാൻ പോവുകയാണ്. അപ്പോൾ രണ്ടാം ഘട്ട എക്സാം, അതായത് മെയിൻ എക്സാം കഴിഞ്ഞിട്ട് അടുത്ത പ്രധാനപ്പെട്ട ഒരു ഘട്ടം എന്ന് പറയുന്നത് ഫിസിക്കലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 8 ഐറ്റം ഉണ്ട്. അതിനകത്ത് 5 ഐറ്റം പാസ്സായാൽ മാത്രമേ നമുക്ക് ജോലി കിട്ടത്തുള്ളൂ. അത് പാസ്സായാൽ മാത്രമേ നമുക്ക് ജോലി കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന്റെ മെയിൻ എക്സാം വരികയാണ്. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഫിസിക്കലാണ്. ഫിസിക്കൽ കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ പാസ്സായാൽ മാത്രമേ നമുക്ക് ജോലി കിട്ടത്തുള്ളൂ. അപ്പോൾ ഫിസിക്കലിനെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെ തയ്യാറാകണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് നമ്മുടെ കൈലാസം ഫിസിക്കൽ ട്രെയിനിങ് സെന്ററിലെ ഫിസിക്കൽ ഡയറക്ടർ സജിത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഹലോ സജിത്ത്, അപ്പോൾ ഇവരുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, നമ്മൾ ആദ്യം ഇതിൻ്റെ ഫിസിക്കൽ എന്ന് പറയുന്നത് നമുക്ക് ആദ്യം വരുന്ന എക്സൈസ് ആയിരിക്കും എന്നാണ് തോന്നുന്നത്. മെന്നിൻ്റെ എക്സൈസിൻ്റെ എൻഡുറൻസ് ആണ് വന്നിട്ടുള്ളത്. എൻഡുറൻസ് നേരത്തെ എന്ന് പറഞ്ഞാൽ 2 കിലോമീറ്റർ ആയിരുന്നു. 2 കിലോമീറ്റർ 13 മിനിറ്റിലായിരുന്നു. അതിപ്പോൾ പുതിയതായിട്ട് മാറ്റം വന്നു. 2.5 കിലോമീറ്റർ 13 മിനിറ്റാണ്. അത് കുറച്ച് റിസ്ക് ആണ്. റിസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താലേ ഇത് കിട്ടുള്ളൂ. നേരത്തെ എന്ന് പറഞ്ഞാൽ 2 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അത് മാറ്റാൻ തന്നെയുള്ള കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടുന്നുള്ള ഒരു രീതി ഉള്ളതുകൊണ്ടാണ് PSC അത് മാറ്റിയത്. അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താലേ കിട്ടുള്ളൂ. പിന്നെ അതിൽ മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ റോഡിലായിരിക്കും അത് എൻഡുറൻസ് നമ്മൾ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ റോഡിൽ പ്രാക്ടീസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ നല്ല രീതിയിൽ അത് ടൈം നോക്കി ചെയ്യുന്നത് എപ്പോഴും നല്ല ബെറ്റർ ആയിട്ടിരിക്കും. അതുകൊണ്ട് അത് നല്ല രീതിയിൽ എൻഡുറൻസ് നോക്കുക. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഫിസിക്കലിൽ എൻഡുറൻസ് പാസ്സായാൽ അടുത്ത് ഫിസിക്കലിൻ്റെ അടുത്ത് നമുക്ക് ഡേറ്റ് അടുത്ത് വിടുന്നതാണ്. എൻഡുറൻസ് പാസ്സായാൽ മാത്രമേ ഫിസിക്കൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഫിസിക്കൽ നമുക്ക് 8 ഐറ്റത്തിൽ 5 ഐറ്റമാണ്. അപ്പോൾ ബോയ്സിൻ്റെ 8 ഐറ്റം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. 100 മീറ്റർ, നമുക്ക് ഹൈ ജമ്പ്, ലോങ് ജമ്പ്, ഷോർട്ട് പുട്ട്, ബോള്, വടം, പുള്ളപ്പ് 1500. ഇത്രയാണ് ബോയ്സിൻ്റെ ഫിസിക്കൽ. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. പിന്നെ ഓരോ ഐറ്റത്തിനെയും കുറിച്ച് ഇതിങ്ങനെയാണ് ഇതിൻ്റെ എക്സൈസിൻ്റെ ഇതിൻ്റെ വരുന്നത്. ഓക്കെ, നമുക്ക് അതിൻ്റെ പോലീസിൻ്റെ ആണ് നമുക്ക് അതിൽ വരുന്നതെങ്കിൽ പോലീസിന് നമുക്ക് എൻഡുറൻസ് ഇല്ല. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് ഫിസിക്കലാണ്. ഫിസിക്കലിൽ വരുന്നതെന്ന് പറഞ്ഞാൽ 8 ഐറ്റത്തിൽ 5 ഐറ്റം അടിക്കുക എന്നുള്ളതാണ് നമുക്ക് അതിൽ ചെയ്യുന്നത്. 8 ഐറ്റത്തിലെന്ന് പറഞ്ഞാൽ 8 ഐറ്റം നമുക്ക് നേരത്തെ പറഞ്ഞോളാം എക്സൈസിൻ്റെ ആ സെയിം ഐറ്റം തന്നെയാണ് 8 ഐറ്റം. അതിൽ 5 ഐറ്റം അടിക്കുക. ഓക്കെ, ഫയർമാനെ സംബന്ധിച്ച് നമുക്ക് വരുന്ന ഫിസിക്കൽ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് 8 ഐറ്റത്തിൽ 5 ഐറ്റം അടിച്ചാൽ പോലും തന്നെ നീന്തൽ നമുക്ക് പാസ്സാവണം. നീന്തൽ എന്ന് പറഞ്ഞാൽ 50 മീറ്റർ നമുക്ക് നീന്തലുണ്ട്. പിന്നെ 2 മിനിറ്റ് ആഴമുള്ള സ്ഥലങ്ങളിൽ ഫ്ലോട്ട് നിൽക്കണം. അതാണ് അതിൻ്റെ ഫിസിക്കൽ. അതുകൂടെ പാസ്സായാൽ മാത്രമേ നമ്മൾ മെയിൻ ലിസ്റ്റിലോട്ട് വരുള്ളൂ. ഓക്കെ, ഇതാണ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറും IRBയും 10ാം ക്ലാസ് ആണല്ലേ? അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ IRB 10ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ. അത് പോയിട്ട് യൂണിഫോം തസ്തികയിൽ ഏറ്റവും കൂടുതൽ ഏജ് ലിമിഷൻ ഉള്ളതാണ് നമുക്ക് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ. അതായത് നമുക്ക് SC STക്ക് 41 വയസ്സ് വരെ നമുക്ക് എഴുതാം. ഓക്കെ, ജനറലിന് 36 വയസ്സ് വരെ എഴുതാം. OBCക്ക് 39 വയസ്സ് വരെ എഴുതാം. അതുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഏജ് ലിമിറ്റേഷൻ യൂണിഫോം തസ്തികയിലുള്ള ഏറ്റവും നല്ല പോസ്റ്റാണ് നമുക്ക് പ്രിസൺ ഓഫീസർ, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ. അതുകൊണ്ട് തന്നെ ഭയങ്കര കോമ്പറ്റീഷനും കൂടുതൽ. അതായത് നമുക്ക് കുറവരാണെങ്കിൽ പഠിച്ചിട്ടൊന്നും കിട്ടാത്തവരാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ്, അത് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് തന്നെ 84 വിമൻസിൻ്റെ 84, ബോയ്സിൻ്റെ 76 കട്ട് ഓഫ്. അപ്പൊ അത്രയും നല്ല കോമ്പറ്റീഷൻ ഉള്ളതാണ് വരുന്നത്. ഇപ്പോഴാണ് പ്രിലിംസ് കൂടെ വന്നത്. വർഷം പഠിക്കുന്നവര് അവസാനം, അതായത് നമുക്ക് വേറെ ചാൻസ് ഇല്ലല്ലോ. അടുത്ത ലാസ്റ്റ് യൂണിഫോം തസ്തിക ചിലപ്പോൾ ആഗ്രഹിച്ചിരിക്കുന്നവർ ലാസ്റ്റ് ആയിട്ട് ചിലപ്പോൾ കൊണ്ടുവന്ന് വയ്ക്കുന്ന പ്രിസൺ ഓഫീസറാണ്. അപ്പൊ ജയിലിലെ പോലീസ് എന്ന് പറഞ്ഞാൽ എന്താ യൂണിഫോം തസ്തികയല്ലേ, അതുകൊണ്ട് അതിലോട്ട് പോകുന്നുണ്ട്.
എല്ലാ പോസ്റ്റുകളുടെയും വിജ്ഞാപനം വന്നിട്ടുണ്ടല്ലോ, യൂണിഫോം എല്ലാ പോസ്റ്റുകളും വന്നിട്ടുണ്ട്. ഇനി അടുത്തൊരു ഇത് വരാനില്ല. അതായത് നമുക്ക് IRB മുതൽ 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ, IRB മുതൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള എക്സൈസ് ഇൻസ്പെക്ടറും SI വരെ അത് ഇനി അടുത്തൊരു ലെവലിലോട്ട് ഇല്ല. ഇനി അടുത്ത് ഇനി പുതിയ നോട്ടീഷൻ ഇനി എന്ന് പറഞ്ഞാൽ അടുത്ത് പോലീസ് ആയിരിക്കും എന്നാണ് തോന്നുന്നത്. അടുത്ത് അതായത് ഇനി ഇതെല്ലാം കഴിഞ്ഞു അടുത്ത ഒരു 1.5 വർഷം കഴിഞ്ഞിട്ട് അടുത്ത് പോലീസ് ആയിരിക്കും. അല്ലാതെ വേറെ നോട്ടീഷൻ വരാൻ ഒരു ചാൻസും ഇല്ല. ഇനി വേറെ ഇല്ല, എല്ലാം തീർന്നു. അത് രീതിയിലാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കൂട്ടുകാരെ, അടുത്ത് ചെയ്യാനുള്ളത് നമ്മുടെ ഫിസിക്കൽ ട്രെയിനിങ് എങ്ങനെ പാസ്സാകാം എന്നുള്ളതാണ്. നിങ്ങളുടെ നാട്ടിലോ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് വന്നു കഴിഞ്ഞാൽ സ്പാർക്കും കൈലാസവും ജോയിൻ്റ് ആയിട്ടാണ് ഫിസിക്കൽ ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ വർഷവും ബൾക്കായിട്ട് നമുക്ക് 184 പേരാണ് സ്പാർക്കിനെ സംബന്ധിച്ച് കഴിഞ്ഞ പ്രാവശ്യം പോലീസ് ബറ്റാലിയനിലോട്ട് ഒറ്റ ബാച്ചായിട്ട് ആദ്യത്തെ ട്രെയിനിങ് ബാച്ചിലോട്ട് കയറിയത്. പിന്നെ ഇപ്പോൾ ബാക്കിയുള്ള പല ജോലിയിലോട്ടും യൂണിഫോം ജോലിയിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഫിസിക്കൽ ചെയ്യാനുള്ള വളരെ നല്ലൊരു സംവിധാനമുണ്ട്. കൈലാസം ഫിസിക്കൽ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അത്രയും പാരമ്പര്യമുള്ള അല്ലെങ്കിൽ അത്രയും ആൾക്കാർ, ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവ ട്രിവാൻഡ്രത്ത് നിന്നുള്ളതല്ല, കേരളത്തെ നോക്കിക്കഴിഞ്ഞാൽ ആവറേജ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഫിസിക്കൽ പാസ്സാകുന്ന ഒരു സെന്ററാണ് നമ്മൾ സ്പാർക്കുമായിട്ട് ടൈപ്പ് ആയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ട്രിവാൻഡ്രത്ത് അത്യാവശ്യം നല്ലൊരു സ്റ്റേഡിയം ഉണ്ട്, ഗ്രൗണ്ട് ഉണ്ട്, ഒത്തിരി സംവിധാനങ്ങളുണ്ട്. പെൺകുട്ടികൾക്ക് പ്രത്യേക ട്രെയിനിങ്ങിനുള്ള പ്രത്യേക ഗ്രൗണ്ട്സ് ഉണ്ട്. രാത്രി 10 മണി 11 മണിക്കും പ്രാക്ടീസ് ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പോൾ ഇതിനെല്ലാം നിങ്ങൾ ചെയ്യേണ്ടത് നെക്സ്റ്റ് ലെവൽ ഫിസിക്കലാണ്. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം മാത്രം ഫിസിക്കൽ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ PSC ചിലപ്പോൾ നിങ്ങളെ പറ്റിക്കും. ചിലപ്പോൾ 1 മാസമോ കഴിഞ്ഞ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, 20ാമത്തെ ദിവസമാണ് ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഡേറ്റ് PSC വന്നത്. വെറും 20 ദിവസം അല്ല, ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് 20ാമത്തെ ദിവസം ഫിസിക്കലായിരുന്നു. ഈ പ്രാവശ്യവും ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാം. കാരണം പ്രത്യേകിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ഒരു വിധിയൊക്കെ വന്നിട്ടുണ്ട് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നൊക്കെ ആൾക്കാർ എടുക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന്റെ ബേസിസിൽ പെട്ടെന്ന് ഫിസിക്കൽ നടത്താനും പെട്ടെന്ന് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാനും PSCയോട് സർക്കാർ ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ യൂണിഫോം ജോലിയുടെ മെയിൻ എക്സാം കഴിഞ്ഞ ഉടനെ പിറ്റേന്ന് മുതൽ, CPOയുടെ എക്സാം കഴിഞ്ഞ പിറ്റേന്ന് മുതൽ നിങ്ങൾ ഫിസിക്കൽ ട്രെയിനിങ് തുടങ്ങുക. അപ്പോൾ എന്തായാലും എല്ലാ എക്സാമും പാസ്സായി അപ്പോൾ നിങ്ങൾക്ക് എന്ത് സഹായത്തിനും, അപ്പോൾ നമ്മുടെ അക്കാഡമിക് പരമായിട്ടുള്ള അല്ലെങ്കിൽ എക്സാമിനെ കുറിച്ച് PSC എക്സാമിനെ കുറിച്ചുള്ള എന്ത് കാര്യങ്ങൾക്കും എന്നെ വിളിക്കാം. ഫിസിക്കലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇനി A to Z കാര്യങ്ങൾക്കും സജിത് കൈലാസത്തെ വിളിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും മെയിൻ എക്സാം നന്നായിട്ട് എഴുതി ഫിസിക്കലും പാസ്സായി എത്രയും പെട്ടെന്ന് ഒരു സർക്കാർ സർവീസിലോട്ട് കയറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ താങ്ക് യു സജിത്, ഈ ഒരു സെക്ഷനിലോട്ട് സ്പാർക്കുമായിട്ട് വന്നതിന് വളരെ നന്ദി.